കാഴ്ച പോയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഞാൻ വെറുതെ പറയാന്ന് എനിക്കെൻ്റെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയത്. നമ്മൾ അന്നൊക്കെ ടെൻഷനാണ്, പോയാൽ എന്ത് ചെയ്യും, പോയാൽ എന്ത് ചെയ്യും, അയ്യോ കാഴ്ചയല്ലേ മനുഷ്യൻ്റെ ഏറ്റവും. കാഴ്ച പോയപ്പോഴല്ലേ നമ്മൾ അറിയുന്നത് അത് വലിയ ഈ 50 രൂപയും കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ ഈ വേങ്ങരയുണ്ട്. അവർക്ക് ഞാനൊരു സ്ലിപ്പ് കൊടുക്കും, നോ കൺസൾട്ടേഷൻ ഫീസ് പ്ലീസ്. കാഴ്ച നഷ്ടപ്പെട്ടതോടെയാണ് താൻ ഹാപ്പി ആയതെന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട് മലപ്പുറത്ത്. വേങ്ങരയിലെ നൗഫ ഹോസ്പിറ്റലിലെ അബ്ദു ഡോക്ടറാണ് കാഴ്ചയില്ലായ്മയെ കാഴ്ചപ്പാടുകൾ കൊണ്ട് മറികടക്കുന്നത്. നിർധന രോഗികളിൽ നിന്ന് ഫീസ് വാങ്ങിക്കാത്ത ഡോക്ടർ അന്ധതയെ വകഞ്ഞുമാറ്റി കടലുണ്ടിപ്പുഴയിൽ നീന്തുകയും ചെയ്യും. രണ്ടായിരത്തി 2009 പൂർണ്ണമായും കാഴ്ച പോയതാണ്. ഇപ്പോൾ 16 കൊല്ലമായി. എനിക്കിതുവരെ ഇപ്പോഴും സമയമില്ലാത്തൊരു പ്രശ്നം. രാവിലെ ഒരു 5:45 ആകുമ്പോൾ നമ്മളെ ഡ്രൈവർ കം ആൾ ഇൻ ആൾ അങ്ങോര് വരും. അങ്ങോര് വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ദൂരമുണ്ട് കടലുണ്ടിപ്പുഴയിൽ പോയി അവിടെ വേങ്ങര സ്വിമ്മേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരും വന്ന് കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് പുഴയിൽ നീന്തും. ഒരു 30 മിനിറ്റ്സ് നീന്തും. നീന്തിക്കഴിഞ്ഞ് കരയിൽ കയറി അവിടെ ഒരു ചായപ്പീടിയുണ്ട്. ആ ചായപ്പീടിയിൽ നിന്ന് നമ്മളെ കൂട്ടുകാരോടൊക്കെ കുറിച്ച് എന്താ പറയുക, ഒരു ബടായിയൊക്കെ പറഞ്ഞ് തമാശയൊക്കെ അടിച്ച് വീട്ടിൽ വരും. വീട്ടിൽ വന്ന് ഈ പുഴവെള്ളം ചില സമയം കലങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ബോഡി വാഷ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു 9-9:30 ഉള്ളിൽ ഹോസ്പിറ്റലിലെത്തും. ഹോസ്പിറ്റലിലെത്തിയിട്ട് കാര്യമായിട്ട് ഇപ്പോൾ 2 പേപ്പർ വരുന്നുണ്ട്. ഒന്ന് മലയാള മനോരമയും ഒന്ന് ദേശാഭിമാനി. അപ്പോൾ ആദ്യം മനോരമ വായിക്കും. എനിക്ക് അസിസ്റ്റ് ചെയ്യാനൊരു ഫുൾ ടൈം സിസ്റ്റർ ഉണ്ട്. അവർക്ക് വേറെ ഡ്യൂട്ടിയൊന്നുമില്ല. എനിക്ക് പേപ്പർ വായിച്ചു തരിക, പിന്നെ എൻ്റെ ബ്ലഡ് ഷുഗർ നോക്കുക. കണ്ണിൻ്റെ കാഴ്ച പോയതിന് ശേഷം ഇപ്പോൾ ഒന്നാമത് എന്താണെങ്കിൽ എനിക്കൊരു മോനും 2 പെൺകുട്ടികളാണ്. എല്ലാവരും വെൽ സെറ്റിൽഡാണ്. അപ്പം നമ്മുടെ കാശൊന്നും അവർക്ക് വേണ്ട, അവരുടെ കാശ് നമുക്കും വേണ്ട. അപ്പോൾ പിന്നെ ഞാൻ എന്ത് തീരുമാനിച്ചു, ഇനി തൊട്ടിട്ട് പിന്നെ ഫീസില്ലാതെ നോക്കാം. അങ്ങനെ ഫീസ് വാങ്ങാതെ ഞാൻ നോക്കാൻ തുടങ്ങി. അപ്പോൾ ചില പേഷ്യൻസിനൊക്കെ ഒരു വിഷമം, സാറേ ഒന്നും തരാതെ പോകുമ്പോൾ ഞങ്ങൾക്കൊരു വിഷമമാണ് എന്ന് പലരും പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഡോറിൻ്റെ അടുത്ത് ഒരു നേർച്ചപ്പെട്ടിമാതിരി ഒരു പെട്ടി വെച്ചു. അതിനൊരു സ്ലിറ്റൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷമം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തൃപ്തിയുള്ളെങ്കിൽ അതിൽ ഇട്ട് പോയിക്കോളൂ എന്ന് പറയും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ എന്നോട് പറയാൻ തുടങ്ങി, എൻ്റെ ഡോക്ടറെ ഈ വേങ്ങരക്കാരൊക്കെ ദുബായിക്കാരാണ്, അവർ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അവർ സ്വന്തം കാറൊക്കെ ഓടിച്ച് വന്ന് പിന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ആ പെട്ടിമ്മൽ എന്തെങ്കിലും ഒച്ചപ്പെടുത്തി ചിലപ്പോൾ 1 രൂപ 2 രൂപ അല്ലെങ്കിൽ 1 രൂപയുടെ ഈ മുട്ട രൂപ ഉണ്ടല്ലോ അതൊക്കെ അതിലിട്ട് പോവാണ്. അത് വേണ്ട, ഡോക്ടർ ഒരു ഫീസ് വാങ്ങണമെന്ന്. അപ്പോൾ അങ്ങനെ എനിക്കും തോന്നി, കാരണം നല്ല വെൽ ടു ഡു ആൾക്കാർ ഉണ്ടല്ലോ ഇവിടെ. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ
ഒരു നോമിനൽ ഫീസ് വാങ്ങാമെന്ന് വിചാരിച്ചൊരു 30 രൂപ ഫീസാക്കി. അപ്പോൾ ഈ ചില്ലറയുടെ പ്രശ്നം വന്നു. അപ്പോൾ എന്തായി, എന്നാൽ ഒരു 50 രൂപയൊക്കെ ആക്കി. ഈ 50 രൂപയായിട്ട് കുറേ കൊല്ലങ്ങളായി. അതിൽ ഒട്ടും ഫീസ് കൊടുക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ട്. അവർക്ക് ഞാൻ ഈ 50 രൂപയും കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ ഈ വേങ്ങരയുണ്ട്. അവർക്ക് ഞാനൊരു സ്ലിപ്പ് കൊടുക്കും, നോ കൺസൾട്ടേഷൻ ഫീസ് പ്ലീസ്. അപ്പോൾ അവർ അത് റിസപ്ഷനിൽ കാണിച്ചാൽ അവരടുത്ത് നിന്ന് കൺസൾട്ടേഷൻ ഫീസ് വാങ്ങില്ല. അതുകൊണ്ട് എന്താണോ, ജനങ്ങൾക്കൊക്കെ അറിയാം അബ്ദു ഡോക്ടർ ഇതൊരു ബിസിനസ്സായിട്ടല്ല കാണുന്നത്, അയാൾക്ക് ഇതൊരു എൻഗേജ്മെൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അയാൾ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ പ്രൊഫഷനിൽ എക്സ്പ്ലോയിറ്റേഷൻ നന്നായി നടക്കുന്നുണ്ട്. കാരണം ആവശ്യമില്ലാതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, ആവശ്യമില്ലാതെ എക്സ്റേ എടുക്കുക, ആവശ്യമില്ലാതെ സ്കാൻ ചെയ്യാം, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. കാശ് കൊണ്ടിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനൊരു ലിമിറ്റില്ലേ. അപ്പോൾ ഇപ്പോൾ കാശും വലിയ ആവശ്യമില്ല. ഇപ്പോൾ എന്താ വേണ്ടതെന്നോ, ലോൺലിനെസ് വേണ്ട, ഹാപ്പി ആയിട്ട് വലിയ തലവേദനകളൊന്നുമില്ലാതെ സമാധാനമായിട്ട് ഇങ്ങനെ പോകണം. രാവിലെ എണീക്കുമ്പോഴും വലിയ സന്തോഷം വേണം. അങ്ങനെ ഹാപ്പിനെസ്സിൽ ഇങ്ങനെ പോകുന്നു. നൗ ഐ ഹാവ് പാസ്ഡ് 70 years. കഴിഞ്ഞ ഏപ്രിൽ 10 70 തികഞ്ഞു. ഇപ്പോൾ 71ലേക്ക് പോവാം. സ്റ്റിൽ ഇപ്പോഴും ഈ കാഴ്ച പോയി എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റിൽ ഐ ആം യങ് അറ്റ് ഹാർട്ട്. എല്ലാവരോടും ഞാൻ ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കും. ഇതിങ്ങനെയൊക്കെയാണ് കേട്ടോ, ഇത് ഇത്രയേ ഉള്ളൂ, വെറുതെ അവിടെ ഇവിടെയൊക്കെ പോയി വല്ല ആവശ്യമില്ലാത്ത കാശുണ്ടാക്കി കളയണ്ടെന്നൊക്കെ പറയും. അങ്ങനെ ഒക്കെ ഒരു പിന്നെ ഡോക്ടർ പേഷ്യൻ്റ് എന്നുള്ള പോലെയല്ല. അത് പണ്ട് കണ്ണ് കാണുന്ന കാലത്തും അങ്ങനെ തന്നെയാണ്. അത് പിന്നെ അവരോട് ഫ്രാങ്കായിട്ട് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അവരും എന്നോട് കുറച്ച് അവർ വന്നിട്ട് പറയും, ആ ഡോറ് കിടക്കുമ്പോൾ തന്നെ, ഇപ്പോൾ ഡോക്ടറുടെ കണ്ണും മൂറൊക്കെ കുറച്ച് തെളിച്ചുണ്ടല്ലോ, ഇപ്പോൾ ഡോക്ടർക്ക് കുറച്ച് സുഖമാണല്ലേ നിങ്ങോട്ടുകൂടി ചോദിക്കും. അങ്ങനെ ഞങ്ങളൊരു പിന്നെ ഒരു ഫാമിലി മാതിരി ഇങ്ങനെ പോകുന്നു. അതുകൊണ്ട് യാതൊരു ഇപ്പോൾ സാധാരണ ഹോസ്പിറ്റലിൽ കല്ലെറിഞ്ഞു അല്ലെങ്കിൽ ബഹളം വെച്ചു അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഞാൻ പീഡിയാട്രീഷ്യനാണെങ്കിലും ഞാൻ ഓൾഡ് അഡൾട്ട് പേഷ്യൻസിനെയും നോക്കാറുണ്ട്. അവരെൻ്റെ അടുത്ത് വരും. അവരെൻ്റെ അടുത്ത് വന്നാൽ ആ കസേരയിൽ മുന്നിലിരിക്കും. അവരിങ്ങനെ പറയുന്നതിന് ഞാനിങ്ങനെ മൂളിക്കൊടുക്കും. അവർ പറഞ്ഞ് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ മെഡിക്കൽ കോളേജിൽ പഠിച്ചതോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിച്ചോ കാര്യങ്ങളൊന്നും ആവില്ല. അതിന്ന് നമുക്ക് മനസ്സിലാവും ഇവർക്ക് ഈ ജെറിയാട്രിക്സ് ഓൾഡ് ഏജിൽ അവർ പറയുന്നതൊന്നും കേൾക്കാൻ ഒരാളില്ല, അല്ലെങ്കിൽ പിന്നെ അവർക്കെന്തോ വേണ്ടത്ര അറ്റൻഷൻ കിട്ടുന്നില്ല. അപ്പം നമ്മൾ ഇതിനൊക്കെ മൂളിക്കൊടുത്ത് പിന്നെ ഒന്ന് പ്രഷറും കാര്യങ്ങളും അതൊക്കെ നോക്കി എല്ലാം ഒന്ന് നോക്കിയിട്ട് സാരല്ലമ്മ എന്ന് പറഞ്ഞിട്ട് അയണും കാൽഷ്യവും ഒരു 2 weeks എഴുതി കൊടുക്കും. അധികപക്ഷം ഇപ്പോൾ അതിൻ്റെ കൂടെ ഒരു വൈറ്റമിൻ ഡിയും എഴുതി കൊടുക്കും. 2 ആഴ്ച കഴിഞ്ഞ് വരുമ്പോൾ ഇവർക്ക് നല്ല സുഖമാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരാളില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയ പ്രശ്നം. അതിനിപ്പോൾ സമയവും സൗകര്യമൊക്കെ ഉള്ള വേങ്ങരയിലെ ഡോക്ടർ ഇപ്പം ഞാനാണ്. മറ്റു ഡോക്ടർമാരൊക്കെ തിരക്കിലാണ്. കാഴ്ചയുള്ള സമയത്ത് എന്താണെങ്കിൽ ഞാനൊരു വർക്കഹോളിക്കായിരുന്നു. അങ്ങനെ ആൾമോസ്റ്റ് വർക്കൊന്നും ശരിയാവാറില്ല. ഏകദേശം റൗണ്ട് ദ ക്ലോക്ക് നമ്മൾ ഓണാണ്. അങ്ങനെ എൻ്റെ ഡയബറ്റീസിനെ പറ്റി ശ്രദ്ധിക്കാൻ സമയം കിട്ടാതെ ഡയബറ്റീസ് കൂടി ആണ് ഡയബറ്റിക് റെറ്റിനോപ്പതി വന്ന് എൻ്റെ കാഴ്ച പോയത്. കാഴ്ച പോയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഞാൻ വെറുതെ പറയുന്നത്, എനിക്കെൻ്റെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയത്. കാരണം എല്ലാറ്റിനും സമയമുണ്ട്. എനിക്ക് ന്യൂസ് കേൾക്കാനുള്ള സമയമുണ്ട്. ന്യൂസൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കും. ന്യൂസ് കേൾക്കാനുള്ള സമയമുണ്ട്, പാട്ട് കേൾക്കാനുള്ള സമയമുണ്ട്, വ്യായാമത്തിനുള്ള സമയമുണ്ട്, അവിടെ ആരെങ്കിലും വന്നാൽ അവരോട് വർത്തമാനം പറയാനുള്ള സമയമുണ്ട്.
നമ്മളെ കുടുംബത്തിലെ പിന്നെ കുട്ടികളോട് ഭാര്യയോടൊക്കെ ചിലവഴിക്കാനുള്ള സമയമുണ്ട്. അങ്ങനെ ആക്ച്വലി നൗ ഐ ആം എൻജോയിങ് ലൈഫ്. ഈ വന്ന് ശീലമായിട്ട് അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ അവരുടെ പേര് പറയും. ആ പാത്തുമു ഇരിക്ക്, എന്തൊക്കെയുണ്ട് വിശേഷം? ആ പാത്തുമു ഹാപ്പിയായി. കാരണം ഡോക്ടർക്ക് എന്നെ മനസ്സിലായി. എൻ്റെ പിന്നെ ഞാൻ കുറേ കാലങ്ങളായിട്ട് ഡോക്ടറെ കാണാൻ. ഇനിയിപ്പോൾ ഡോക്ടറോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എന്താണെങ്കിൽ അത് പറഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ പേഷ്യൻറ്റിനോടൊക്കെ ഒരു നല്ല റാപ്പോർട്ടാണ്. അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. അയ്യോ റുക്കിയ ഡോക്ടർ എനിക്ക് വയ്യ എന്ന് പറയുമ്പോൾ എൻ്റെ ചങ്കാണ് ഇടിക്കൽ. കാരണം റുക്കിയ ഡോക്ടറാണ് എൻ്റെ എല്ലാം. കാണാതെ നീന്തുക എന്ന് പറഞ്ഞാലേ, അലി ഇങ്ങനെ മുന്നിൽ നീന്തും, അലി സിഗ്നൽ തരും, ആ സിഗ്നൽ അനുസരിച്ച് ഇങ്ങനെ പോവും. അവിടെ ഞാൻ അലിനെ കംപ്ലീറ്റ് 100% അലിക്ക് വിധേയനാണ്. അലി റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് തന്നെ, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് തന്നെ, പിന്നെ നേരെ എന്ന് പറഞ്ഞാൽ നേരെ തന്നെ. അല്ലെങ്കിലും അലി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഒരു ഡ്രൈവറും മുതലാളി നേർക്ക് എന്താ നടക്കൽ. ഞങ്ങളൊരു കൂട്ടുകാരുമായി തന്നെയാണ് എല്ലാ സംഗതിയും പങ്കുവെച്ചിട്ട് സംസാരിച്ചിട്ട് തളിതമാസുകളൊക്കെ ചർച്ചിട്ടാണ് ഞങ്ങൾ നടത്താറ്. അല്ല, ഞങ്ങൾ ഡെയിലി എങ്ങനെയായാലും കാണും. എന്തെങ്കിലും കാരണം നീന്താൻ പോകണില്ലെങ്കിലും എങ്ങനെയായിട്ടും പോകും. പിന്നെ എന്നെയൊക്കെ കുറേ നല്ല സഹായിച്ചിട്ടുണ്ട്. ഞാൻ സുഖമില്ലാതെ കിടന്നിട്ടും ഇതൊക്കെ ആയിട്ട് നമ്മൾ ഇതിനൊരു ശമ്പളമോ കാര്യങ്ങളോ ഒന്നും ആയിട്ടുണ്ടായിട്ടല്ല. ഡോക്ടർ നല്ല എനിക്ക് തരുന്നുണ്ട്. ഞാനതുപോലെ തന്നെ നല്ലൊരു സതക്കായിട്ടും നമ്മൾ നീന്താൻ പോകണതിനും ഇതിനൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ പോകുന്നു, ആയത്തായിട്ട് പോകുന്നു.